ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയൊരു സംരക്ഷണം നമ്മുടെ കൃഷി മേഖലയിൽ, നമ്മുടെ ഭവനത്തിന്, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വലിയൊരു സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൻ്റെ കുറേ സംരക്ഷണത്തിൻ്റെ വചനങ്ങൾ നമ്മളിന്നൊന്ന് ധ്യാനിക്കുകയാണ്. സ്വർഗം വേലി കെട്ടി നമുക്ക് സുരക്ഷിതം നൽകുകയാണ്. വന്യമൃഗങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷിമൃഗാദികൾ, കൃമികീടങ്ങൾ, ശത്രുശല്യം ഇവയിൽ നിന്നെല്ലാം ദൈവം നമ്മളെയും നമ്മുടെ ഭവനത്തെയും കൃഷിയിടത്തെയും സമ്പത്തിനെയും സമസ്ത മേഖലകളെയും കാത്ത് സംരക്ഷിക്കുന്ന സ്വർഗത്തിൻ്റെ ഈ വചനങ്ങൾ നമ്മളൊന്ന് എഴുതിയെടുത്ത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ആമേൻ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വചനം. സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരവും ഒരു അഭിഷേകവുമാണ്. കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും ഭൂമിയിൽ ശേഖരിക്കുന്ന സകല ജീവജാലങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ ആധിപത്യം തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കട്ടെ. ദൈവം തന്ന ഒരു ആധിപത്യം വളരെ വലുതാണ്. നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇതിന്മേലെല്ലാം നമുക്ക് ഒരു ആധിപത്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ അഭിഷേകം നമ്മിലേക്ക് വളരുന്നതും പടരുന്നതും. എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായം 25-ാം വചനം. അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കുവാനും വനത്തിൽ കിടന്നുറങ്ങുവാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്നും ഞാൻ തുരത്തും. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വചനം. ഞാൻ നാട്ടിൽ നിന്നും ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോകുകയില്ല. ജോബ് 1:10. അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. സങ്കീർത്തനങ്ങൾ 91:4. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകട കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. 2 മക്കബായർ 11-ാം അധ്യായം 9-ാം വചനം. അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. അപ്പോൾ മനുഷ്യരെ മാത്രമല്ല, ഘോര മൃഗങ്ങളെയും ഗുരുക്കു കോട്ടകളെയും തകർക്കാൻ തക്ക മനോബലം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. മലാക്കി പ്രവചനം 3-ാം അധ്യായം 11-ാം വചനം. ഞാൻ നിനക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ അവ ഫലശൂന്യമാകുകയില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 9-ാം വചനം. ഒരു ഹിംസ്ര ജന്തുവും അതിലെ കടന്നു പോകുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ കടന്നു പോകും. ലേവ്യരുടെ പുസ്തകം 26:4. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്നും ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോകുകയില്ല. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 5-ാം വചനം. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. 2 മക്കബായർ 8:18. നമുക്ക് എതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 മക്കബായർ 3:39. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും. അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 91:13. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.